വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലത്തെ മാച്ച് ശരിക്കും പറഞ്ഞാൽ അവസാന ഓവർ വരെ ത്രില്ലടിപ്പിച്ച പോരാട്ടമായിരുന്നു. ഒടുവിൽ 12 റൺസിന് ലക്നൗ വിജയിക്കുകയും ചെയ്തു. ടോസ് നേടിയ മുംബൈ ലക്നൌവിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മിച്ചൽ മാർഷിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ ലക്നൌവിന് ഗംഭീര തുടക്കം കിട്ടി. 31 പന്തിൽ 60 റൺസാണ് മാർഷ് അടിച്ചു കൂട്ടിയത്. മാർക്കറും കൂടി ഫോമിലേക്ക് വന്നതും ലക്നൌവിന്റെ സ്കോർ കുതിച്ചു പാഞ്ഞു. ആയുഷ് പതേനിയുടെ ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ ലക്നൌവിന്റെ ടോട്ടൽ 203 അവസാനിച്ചു. ഈ കളിയിലും 27 കോടിയുടെ മുതൽ ഋഷഭ് പന്ത് 2 റൺസിന് പുറത്തായി എന്നത് ശ്രദ്ധേയമാണ്. ഇന്നലത്തെ മാച്ച് കൂടി തോറ്റിരുന്നുവെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലക്നൌ ക്യാപ്റ്റനായ KL രാഹുലിനെ ലക്നൌവിന്റെ ഓണറായ സഞ്ജീവ് ഗോംഗെ എടുത്തലക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തവണയും പന്തിനെതിരെയും അതേ മനോഭാവത്തിൽ തന്നെയാണ് കളികൾ തോൽക്കുമ്പോൾ സഞ്ജീവ് ഗോംഗെ പ്രതികരിക്കുന്നത്. ഭാഗ്യം കൊണ്ടോ കളിയുടെ മികവ് കൊണ്ടോ ഇന്നലെ ലക്നൌ ജയിച്ചത് കൊണ്ട് പന്തിന് ടീം ഓണറുടെ വിമർശനം കേൾക്കേണ്ടി വരില്ല. 203 ചേസ് ചെയ്യാനിറങ്ങിയ മുംബൈക്ക് പരിക്ക് കാരണം ശർമാജിയെ മാറ്റി നിർത്തേണ്ടി വന്നു. തുടക്കത്തിൽ ജാക്സും പുറത്തായപ്പോൾ നമിന്ദർ, സൂര്യകുമാർ യാദവ് ഇവരുടെ കൂട്ടുകെട്ട് അവരെ വിജയത്തിലെത്തിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. അത്യുഗ്രൻ പ്രകടനമാണ് ഇരുവരും കാഴ്ചവെച്ചത്. 24 പന്തിൽ 46 റൺസ് അടിച്ചുകൂട്ടിയ ഉജ്ജ്വലമായ ബാറ്റിംഗ് ചെയ്ത നമിന്ദറിനെ ദിഗ്വേജ് സിംഗ് തന്റെ മികച്ച ബോളിംഗിൽ പുറത്താക്കി. തുടർന്ന് ഇമ്പാക്ട് പ്ലെയറായി വന്ന തിലക് വർമ്മ ആരോടോ ഉള്ള ദേഷ്യം തീർക്കും പോലെ കളി മറന്ന് ടെസ്റ്റ് ഫോർമാറ്റിലായിരുന്നു ബാറ്റ് ചെയ്തത്. മറുവശത്ത് സൂര്യകുമാർ തകർത്തടിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ 360 മുംബൈയെ വിജയത്തിലെത്തിക്കും എന്ന് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചു. ഒടുവിൽ സൂര്യകുമാർ പുറത്താകുമ്പോൾ 16 ഓവറിൽ 152 റൺസ് ആയിരുന്നു മുംബൈയുടെ സ്കോർ. പിന്നാലെ വന്ന പാണ്ഡ്യ വിജയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. അവസാന 2 ഓവറിൽ 29 റൺസ് ആയിരുന്നു വിജയലക്ഷ്യം. 19ാം ഓവർ എറിയാൻ വന്നതോ രോഹിത് ശർമ്മ, അന്ന് മെജീഷ്യൻ എന്ന് പറഞ്ഞ ഷർദൂർ താക്കൂർ. 7 റൺസാണ് ആ ഓവറിൽ താക്കൂർ വിട്ടുകൊടുത്തത്. ആദ്യ സ്പെല്ലിൽ റിക്കിൾട്ടന്റെ വിക്കറ്റ് എടുത്തതും താക്കൂർ ആയിരുന്നു. അവസാന ഓവറിൽ ഒരു നാടകീയത സംഭവിച്ചു. മോശം ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന തിലക് വർമ്മയെ ക്യാപ്റ്റനായ ഹർദിക്കിന്റെ നിർദ്ദേശപ്രകാരം ബാറ്റിംഗ് അവസാനിപ്പിച്ച് റിട്ടയർഡ് ഔട്ടായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. 1 ഡൗണായി ഇറങ്ങി മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറിനെ 5-ാമനായി ഇറക്കി പ്രഷറിലാക്കി റൺസ് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുന്ന പരുവത്തിൽ ആക്കിയതിലുള്ള പങ്ക് ക്യാപ്റ്റനായ ഹർദിക്കിനുമുണ്ട്. ഇങ്ങനെ തല കുനിച്ചിറങ്ങി പോകേണ്ട അവസ്ഥ തനിക്ക് വന്നതിലുള്ള മറുപടി ബാറ്റ് കൊണ്ട് തന്നെ തിലക് വർമ്മ വരും കളികളിൽ അദ്ദേഹം മികച്ച ഫോം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുംബൈക്ക് അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 22 റൺസ് ആയിരുന്നു. ആവേശ് ഖാനാണ് ബൗൾ ചെയ്യാൻ വന്നത്. അപ്പോഴേ ആരാധകർ വിധി എഴുതി. കളി മുംബൈയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യ ബോൾ ഹാർദിക് 6 നേടി. അടുത്ത ബോളുകളിൽ ബൗണ്ടറി ഇല്ലാതെ ഓടിയെടുക്കാവുന്ന റൺസും ഹാർദിക് തന്റെ വൃത്തികെട്ട ഈഗോ കാരണം ഓടാതെ ക്രീസിൽ തന്നെ നിൽക്കുകയായിരുന്നു. കളി വിജയിപ്പിക്കാം എന്ന തന്റെ അമിത വിശ്വാസമാണ് ഹാർദിക്കിന് വിനയായത്. ഹാർദിക്കിന്റെ ഈ മനോഭാവം തുടരുകയാണെങ്കിൽ മുന്നോട്ടുള്ള കളികളിൽ ബാക്കി പ്ലെയേഴ്സിനെയും അവരുടെ മികച്ച ഫോമുകളിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതായിരിക്കും. മുംബൈ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ പുറത്താകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹാർദിക്കും മുംബൈയും മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച ബോളിംഗ് സ്പെല്ല് കാഴ്ചവെച്ച ദിഗ്വേജ് സിംഗ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റായിരുന്നു അദ്ദേഹം നേടിയത്. ഇന്ന് നടക്കാൻ പോകുന്നത് 2 മാച്ചുകളാണ്. ഡൽഹിയും ചെന്നൈയും ആദ്യം ഏറ്റുമുട്ടുന്നു. 2ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. ചെന്നൈ ഈ മാച്ച് വിജയിച്ച് അവരുടെ പ്രതാപകാലം വീണ്ടെടുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2ാമത്തെ മാച്ച് പഞ്ചാബും രാജസ്ഥാനും തമ്മിലാണ്. ഇവിടെയും 1ാം സ്ഥാനത്തുള്ള ശ്രേയസിന്റെ പഞ്ചാബിന് തന്നെയാണ് മുൻതൂക്കം. 9ാം സ്ഥാനത്തുള്ള രാജസ്ഥാനെ ഇന്നു മുതൽ സഞ്ജു ആയിരിക്കും നയിക്കുക. ടീമിന്റെ ക്യാപ്റ്റനായ സഞ്ജു മടങ്ങിയെത്തുമ്പോൾ ഇനിയുള്ള കളികളിൽ മികച്ച പെർഫോമൻസും വിജയങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരിക്കൽ രാജസ്ഥാൻ ഫൈനൽ വരെ എത്തിയതുമാണ്. ഇന്നത്തെ കളികളിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലൂടെ രാജസ്ഥാൻ വിജയ വഴി തേടുമോ? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും.